വാഴമുട്ടം ഈസ്റ്റ്. വാഹനാപകടത്തിന് സെക്കൻഡുകൾ മുൻപുള്ളതാണ് ദൃശ്യങ്ങൾ. ചുവന്ന നിറത്തിലുള്ള സ്കൂട്ടറിൽ പോകുന്ന യുവതി. കാമുകന്റെ സുഹൃത്ത് അജാസ് ഡ്രൈവറായ കാറാണ് തൊട്ടുപിന്നിൽ. പ്രണയബന്ധം ഊട്ടിയുറപ്പിക്കാൻ കാമുകന്മാർ വളഞ്ഞ വഴികൾ പലതും സ്വീകരിക്കാറുണ്ട്. പക്ഷേ സിനിമയെ വെല്ലുന്ന തിരക്കഥയാണ് കോന്നി മാമൂട് സ്വദേശി രഞ്ജിത്ത് രാജനും സുഹൃത്ത് പയ്യനാമൺ സ്വദേശി ഇജാസും ചേർന്ന് തയ്യാറാക്കിയത്. ഡിസംബർ 23 വൈകുന്നേരം 5:30 വാഴമുട്ടം ഈസ്റ്റിലാണ് സംഭവം. കോച്ചിംഗ് സെന്ററിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന യുവതി. പിന്നാലെ എത്തുന്ന അജാസ് അവരെ കാർ എടുപ്പിക്കുന്നു. മറ്റൊരു വാഹനത്തിൽ സ്ഥലത്തെത്തുന്ന രഞ്ജിത്ത് ഉടനടി ഇടപെടുന്നു. യുവതിയെ സ്വന്തം വാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. വിവരമറിഞ്ഞെത്തുന്ന യുവതിയുടെ വീട്ടുകാർ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു. ഫലമോ യുവാവിനോട് തികഞ്ഞ മതിപ്പ്. ബന്ധത്തിലുണ്ടായ അകൽച്ച കുറയ്ക്കുന്നതിനും കാര്യങ്ങൾ വിവാഹത്തിലേക്ക് എത്തിക്കാനുമുള്ള കുറുക്കുവഴിയായിരുന്നു തയ്യാറാക്കിയത്. ആക്സിഡന്റ് നടന്ന വീട്ടിലെ ആളാണ്, അയൽവാസിയാണ്, വളരെ അയൽവാസി. റോഡിന് തൊട്ട് ഏത് സൈഡിൽ താമസിക്കുന്ന ആളാണ്. കാറിൽ വന്ന് കൂട്ടിക്കൊണ്ട് പോയെന്നൊക്കെ ഞാൻ പിന്നെ അറിഞ്ഞത്. അപകടം നടന്നയുടൻ രഞ്ജിത്ത് രാജൻ സ്ഥലത്തെത്തിയതിൽ യുവതിക്ക് പന്തികേട് മടത്തു. അവർ വിവരങ്ങൾ പോലീസിനോട് പങ്കുവച്ചു. അവിടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. കുട്ടിയുടെ ഈ സുഹൃത്തും അവൻ്റെ സുഹൃത്തും തമ്മിൽ ഈ പെൺകുട്ടിയുടെ സൗഹൃദം വീണ്ടും സ്ഥാപിക്കാനും പെൺകുട്ടിയെ സ്നേഹിക്കാനും അവളെ വിവാഹം കഴിക്കാനും ഒക്കെയുള്ള താല്പര്യത്തോടു കൂടി അവനുണ്ടാക്കിയ ഒരു ട്രാപ്പായിരുന്നു ഇതെന്ന് പിന്നീട് അന്വേഷണത്തിൽ മനസ്സിലായി. ആശുപത്രിയിലേക്കുള്ള യാത്രയ്ക്കിടെ പെൺകുട്ടിയുടെ ഫോണിൽ ബന്ധുക്കളെ വിളിച്ച് വിവരമറിയിച്ചതും കാമുകനത്രേ. ചുരുക്കത്തിൽ അസാധാരണമായ തിടുക്കവും ശുഷ്കാന്തിയും തിരിച്ചടിക്ക് കാരണങ്ങളായി. അപകടത്തിൻ്റെ ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് കുട്ടിക്ക് അപ്പവും തോന്നിയില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ രണ്ടാമത് സ്പോട്ട് വിസിറ്റ് ചെയ്ത സമയത്താണ് അവിടെ നിന്ന് കടക്കാരും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ എത്തി വൈഫാണെന്ന് പറഞ്ഞു, അവിടെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങളും ഒക്കെ ആ കുട്ടി അറിയുന്നത്. അപ്പോഴാണ് കുട്ടിക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഇങ്ങനെ തോന്നിയത്. അതിവിടെ വന്ന് പറയുകയായിരുന്നു. ഫോൺ വിളി വിവരങ്ങളിൽ അപകടത്തിന് തൊട്ട് മുൻപ് വരെ പ്രതികൾ ഇരുവരും തുടർച്ചയായി സംസാരിച്ചതായി കണ്ടെത്തി. ചുരുക്കത്തിൽ വിജയിക്കുമെന്ന അവസാന നിമിഷം വരെ കരുതിയ പദ്ധതിയാണ് പാടെ പാളിപ്പോയത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.